വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം. തെക്കു പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം, വടക്ക് കിഴക്ക് ഈശാന കോണിൽ നമുക്ക് സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, അഗ്നികോണിൽ കിച്ചൺ. ഗേറ്റിന്റെ സ്ഥാനം കിഴക്കിൽ പണിയാം, വടക്കില് അതാണെങ്കിൽ തെക്കിലും പടിഞ്ഞാറിലുമാണെങ്കിൽ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും. നമുക്ക് വീട്ടിലെ ചപ്പു ചവറുകളെല്ലാം കൊണ്ട് തീടണമെങ്കിൽ അത് ഭാഗത്തിടാം, എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് കൃത്യമായിട്ട് സ്ഥാനം വാസ്തുവിൽ പറയുന്നുണ്ട്. അത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ നിർമ്മിതികളും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഇവിടെ വെയിറ്റ് വെക്കാനോ മറ്റ് നിർമ്മിതികളോ ഒന്നും പാടില്ല. 11 ഗോമതി ചക്രം നമ്മളുടെ വീട്ടിൽ അലമാരിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ പണപ്പെട്ടിയിലോ സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് നിരന്തരം സമ്പത്ത് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നമുക്ക് വാസ്തുദോഷങ്ങൾ പല രീതിയിൽ പരിഹരിക്കാം. ഒന്ന്, ഭാരതത്തിൻ്റെ ഒരു വാസ്തുശാസ്ത്ര സമ്പ്രദായമുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് പരിഹരിക്കാം. അത് നമുക്ക് എപ്പോഴും വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായിരിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അതിൽ ഓരോ ദിക്കിലും വരേണ്ട റൂമുകൾ ഏതായിരിക്കണം, അതിൻ്റെ ജനലുകളുടെയും ഡോറുകളുടെയും സ്ഥാനങ്ങൾ എവിടെയായിരിക്കണം, പ്രധാന ഡോറിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം, അതിൽ ഗേറ്റ് എവിടെ വരാം, കിണർ എവിടെ, ഗേറ്റ് എവിടെ, സെപ്റ്റിക് ടാങ്ക് എവിടെ, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി എവിടെ, ഓരോ ദിക്കിലും എത്രത്തോളം മുറ്റങ്ങൾ വരാം, എന്നിട്ട് അതിൽ ഓരോ വൃക്ഷങ്ങൾ ഏത് ഭാഗത്ത് വരാം, അതിൽ വൃക്ഷങ്ങൾ ഒഴിവാക്കേണ്ട സ്ഥലം ഏത്, ഇതിൽ വസ്തുവിൽ തീയിടേണ്ട സ്ഥലം ഏത്, ഇതിൽ വെള്ളം വയ്ക്കേണ്ട സ്ഥലം ഏത്, അങ്ങനെ എല്ലാത്തിനും കൃത്യം കണക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വരാമെന്ന് പറയുന്നതല്ലാതെ അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞൂടെ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ചോദിച്ചതിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം. അതേസമയം തന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം, വടക്ക് കിഴക്ക് ഈശാന കോണിൽ നമുക്ക് സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, അഗ്നികോണിൽ കിച്ചൺ. ഇതൊരു ബേസ്. മൂലകളിൽ 4ലും ടോയ്ലറ്റ് വരാതെ നോക്കുക. അടുത്തത്, ഗേറ്റിന്റെ സ്ഥാനം കിഴക്കിൽ പണിയാം, വടക്കിൽ അതാണെങ്കിൽ തെക്കിലും പടിഞ്ഞാറിലുമാണെങ്കിൽ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും പടിഞ്ഞാറിന്റെ പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും. കിഴക്കിലാണെങ്കിലോ കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, വടക്കിലാണെങ്കിൽ വടക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും നമുക്ക് ഗേറ്റ് പണിയാം. കിണറാണെങ്കിലോ വടക്ക് കിഴക്ക് ഈശാന കോണിൽ. നമുക്ക് വീട്ടിലെ ചപ്പു ചവറുകളെല്ലാം കൊണ്ട് തീടണമെങ്കിൽ അത് ഭാഗത്തിടാം, എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് കൃത്യമായിട്ട് സ്ഥാനം വാസ്തുവിൽ പറയുന്നുണ്ട്. അത് സൗത്ത് ഈസ്റ്റ് കോർണറാണ്. ഇനി നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ നിർമ്മിതികളും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഇവിടെ വെയിറ്റ് വെക്കാനോ മറ്റ് നിർമ്മിതികളോ ഒന്നും പാടില്ല. അപ്പോൾ ആ രീതിയിൽ ആ ദിക്ക് വൃത്തിയായി സൂക്ഷിക്കുക. ഇനി അടുത്തത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ വീടിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുപ്രകാരം പറഞ്ഞു. മുറ്റത്തിൻ്റെ കണക്ക്. മുറ്റത്തിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് മുറ്റം തെക്ക്, അതിൽ കൂടുതൽ പടിഞ്ഞാറ്, അതിൽ കൂടുതൽ വടക്ക്, അതിൽ കൂടുതൽ കിഴക്ക്. അപ്പോൾ ഏകദേശ കാര്യങ്ങളായി. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം, ഫെങ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ പറയുന്നുണ്ട്. ആദ്യം അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുക. പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഫേഷൻ ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. എന്നിട്ട് അത് ഈ പ്ലാനുമായി സൂപ്പർ കമ്പോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ദിക്കിലും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ കടന്നാൽ എന്ത് ഫലമാണ്, ഈ ബെഡ്റൂമിൽ കടന്നാൽ എന്താണ് ഫലം, ഈ ദിക്കിലെ ബെഡ്റൂമിൽ എന്താണ് ഫലം, പ്രധാന വാതിൽ ഇവിടെ വെച്ചാൽ എന്ത് ഫലം, ഇവിടെ വെച്ചാൽ എന്ത് ഫലം, ഇവിടെ വെച്ചാൽ എന്ത് ഫലം. അതായത് കിഴക്കാണ് വീടിന്റെ ദർശനം. തെക്ക് കിഴക്കിൽ എന്താണ് ഫലം, കിഴക്ക് ഭാഗത്ത് എന്താണ് ഫലം, വടക്ക് കിഴക്കിൽ എന്താണ് ഫലം. ഇത് എല്ലാം ഫെങ്ഷുയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഓരോ നല്ല റിസൾട്ട് ഉള്ള സ്ഥലത്ത് പ്രധാന ഡോറ് പണിയുക. ഇത് എന്തിന്റെ നിയമങ്ങളാണ്? ഫെങ്ഷു നിയമങ്ങളാണ്. ഇനി വാസ്തുവും കഴിഞ്ഞു, ഫെങ്ഷുയും കഴിഞ്ഞു. ഇനി നമുക്കുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് പിരമിഡ് വാസ്തുവാണ്. പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ നെഗറ്റീവായിട്ടുള്ള എനർജി നിൽക്കുന്ന സ്ഥലത്ത് ആ നെഗറ്റിവിറ്റി മാറ്റാനും അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാനും പിരമിഡിലൂടെ സാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ എത്ര തന്നെ നെഗറ്റീവ് എനർജി ആണെങ്കിലും ആ നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനും അവിടെ ഒരു പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരാനും അതുവഴി ആ വീടിൻ്റെയും വസ്തുവിൻ്റെയും വാസ്തുദോഷങ്ങൾ മാറ്റാനും അതിൽ താമസിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാനും പിരമിഡ് എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ ആ എനർജി ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി അത് യഥാസ്ഥലം കൃത്യമായി അതിൻ്റെതായിട്ടുള്ള വാസ്തു വിധിപ്രകാരം പിരമിഡുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഹൈ എനർജി അവിടെ ഉണ്ടാവുകയും വളരെ വലിയൊരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനും പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കുന്നതാണ്.
വീടിനകത്ത് പിരമിഡ് ചെയ്യാം, വീടിൻ്റെ പുറത്ത് ചെയ്യാം, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ജുവലറികളിൽ ചെയ്യാം, അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ ചെയ്യാം, ഓഫീസുകളിൽ ചെയ്യാം, വലിയ വലിയ കമ്പനികളിൽ ചെയ്യാം, ഫാക്ടറികളിൽ ചെയ്യാം. ഇവിടെ എല്ലാം നമുക്ക് പിരമിഡ് വാസ്തു ഉപയോഗിച്ചുകൊണ്ട് നല്ല ബിസിനസ് കൊണ്ടുവരാനും നല്ല സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാനും നല്ല പേരും പെരുമയും കൊണ്ടുവരാനും പിരമിഡ് വാസ്തുവിലൂടെ സാധിക്കുന്നതാണ്. പിരമിഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതൊരു പിരമിഡാണ്. പിരമിഡ് പല ടൈപ്പിൽ പല രീതിയിൽ ഒരുപാട് പിരമിഡുകളുണ്ട്. ഇതിൽ ഒരു പിരമിഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പിരമിഡ് അതാത് ചില സ്ഥലങ്ങളിൽ വെക്കുക. ഇപ്പോൾ ഇത് മാത്രമല്ല, പിരമിഡ് അതിൻ്റെ കൂടെ മറ്റു പല സാധനങ്ങളുണ്ട്. അതൊക്കെ യഥാവിധി വെച്ച് അതിനെ ബാലൻസ് ചെയ്ത് അതിനെ എനർജൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ എനർജി അവിടെ ഉണ്ടാവുകയും വീടിൻ്റെയും വസ്തുവിൻ്റെയും വാസ്തുദോഷങ്ങൾ മാറുകയും അതുപോലെ തന്നെ ഭൂമിക്ക് അടിയിൽ ഉണ്ടാകുന്ന ജിയോപത്തിക് സ്ട്രെസ് ഒഴിവാക്കുകയും നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരാനും പിരമിഡിലൂടെ സാധിക്കും. നമുക്ക് ചില ഫെങ്ഷുയി ടൂളുകളിലേക്ക് പോവാം. ഇത് കുബേര കോയിൻസ് എന്ന് പറയുന്ന ഒരു കോയിൻസ് ആണ്. ഇത് നമുക്ക് ശരിക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരാനായിട്ട് നമുക്കിത് ക്യാഷ് ബോക്സിനകത്ത് പേഴ്സിനകത്തൊക്കെ സൂക്ഷിക്കാം. ഇത് കുബേർ കോയിൻസ് ആണ്. അതുപോലെ തന്നെ ഗോമതി ചക്രം, 11 ഗോമതി ചക്രം നമ്മളുടെ വീട്ടിൽ അലമാരിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ പണപ്പെട്ടിയിലോ സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് നിരന്തരം സമ്പത്ത് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇതിന് 2 സൈഡുകളാണ്. ഇത് ഒരു സൈഡ്, മറ്റേ സൈഡ് ഇതാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വിഷ് ടർട്ടിൽ ഒരു ആഗ്രഹം എഴുതി വെക്കാനായിട്ട് ഇത്തരത്തിലുള്ള ലോഷു ഗ്രിഡുള്ള ഒരു ആമയെ വാങ്ങിക്കുക. അതിനെ 2ആയിട്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് വിഷ് എഴുതി വെക്കുക. നിങ്ങളുടെ സിഹർ നമ്പറുടെ നോർത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്തിലോ അത് സൂക്ഷിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഇത് ഒരു അരോന ഫിഷിൻ്റെ സ്റ്റാച്യു ആണ്. ഒന്നുകിൽ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ലൈവ് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കുക. അത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ കൊണ്ടുവരും. അപ്പം നമുക്ക് വാസ്തുവിലൂടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം, ഫെങ്ഷുയിലൂടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം, പിരമിഡ് വാസ്തുവിലൂടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. ഒരു വീടിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത് 3 ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയൊരു റിസൾട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഈ ശാസ്ത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.